ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ചൂണ്ടുവില്ല ഉയർത്തി അവൻ സിദ്ധാർത്ഥ നേരെ നോക്കി ചീറി. തൊട്ട നീ എന്ത് ചെയ്യടാ, നിന്റെ സ്വഭാവം പറഞ്ഞ് ഞാനൊന്ന് കാണട്ടെ. ആദ്യം പറഞ്ഞ് ജീവന്റെ കാവളിൽ സിദ്ധാർത്ഥ ശക്തമായി മുഷ്ടിയുരുട്ടിയൊന്ന് തട്ടി. ജീവൻ പിന്നിലേക്കൊന്ന് ഉലഞ്ഞു പോയപ്പോൾ സിദ്ധാർത്ഥ കുപ്പിയും സോഡയും ഗ്ലാസ്സൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് കാലുകൊണ്ടൊരു ചവിട്ടുകൂടെ കൊടുത്തു. എല്ലാ നിലത്തേക്ക് ഉരുണ്ട് വീണു. കല്ലിലടിച്ച് വീണ മദ്യ കുപ്പി ഗ്ലാസ്സുകളൊക്കെ പൊട്ടിച്ചെറി. നിനക്കെന്താണ് ഭ്രാന്ത് പിടിച്ചോ? കള്ളുടിക്കാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ആള് കളിയാക്കുന്നോ? ജീവൻ സിദ്ധാർത്ഥിന്റെ പുറകിൽ നിന്നൊരു തള്ളു കൊടുത്തു. അപ്രതീക്ഷിതമായി തള്ളായിരുന്നതിനാൽ സിദ്ധാർത്ഥ് മുന്നിലേക്കൊന്ന് ആഞ്ഞുപോയി. മോട്ടോർ ഷെഡിൽ ചുറ്റിപ്പിടിച്ച് നിന്നിരുന്ന ഏതോ വള്ളിച്ചെടിയിൽ പിടുത്തം കിട്ടിയതിനാൽ അവൻ നിലത്തേക്ക് വീണില്ല. തള്ളിയിടുന്നോടാ. സിദ്ധാർത്ഥ് തിരിഞ്ഞെന്ന ജീവന്റെ ഇരുകവളിലും പടക്കം പൊട്ടുന്ന പോലെ 5-6 തവണ മാറി മാറി മണമടാന്നടിച്ചു. നേരത്തെ കുറച്ച് മദ്യപിച്ചിരുന്നതിനാലും സിദ്ധാർത്ഥിന്റെ അത്ര കായികമായി ബലമില്ലാത്തതിനാലും ജീവൻ ആ അടിയിലാകെ തളർന്നു പോയിരുന്നു. ചുണ്ടുപൊട്ടി രക്തം വരുന്നുണ്ട്. വായുടെ ഉള്ളും കവിളൊക്കെ നീറി പുകയുന്നു. നീ എന്തിനാണ് ആ പുള്ളി ഒരു കാര്യമില്ല എന്നെ ഇങ്ങനെ തല്ലുന്നത്? കൊഴിഞ്ഞ സ്വരത്തിൽ ജീവൻ ചോദിച്ചു. നിന്നെയൊക്കെ തല്ലുകയല്ല, കൊല്ലുകയാടാ വേണ്ടത്. നിനക്കെന്താടാ എന്റെ മേഘയെ കാണുമ്പോ ഇത്ര ചൊറിച്ചില്? ജീവന്റെ കവളിൽ കുത്തിപ്പിടിച്ച് സിദ്ധാർത്ഥ് ചോദിച്ചപ്പോൾ അടി വന്ന വഴി ഏതാണെന്ന് ജീവന് മനസ്സിലായി. പണ്ടാരം ഏത് നേരത്താണ് ഇവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തോന്നിയത്? ഒന്നാലറിയാ പോലും ചുറ്റാരും കേൾക്കില്ല. തൽക്കാലം അവനോട് പിടിച്ചേൽക്കാൻ ആരോഗ്യമില്ല. ഓടി രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. ജീവൻ ഞൊടിയുടെ കൊണ്ട് തീരുമാനിച്ചു. ഏത് വഴിക്ക് ഓടുമെന്ന് ആലോചിച്ചിരിക്കുന്ന ജീവന് വീണ്ടും 2 അടി കൂടെ കൊടുത്തു സിദ്ധാർത്ഥ്. നീ അന്ന് ഞങ്ങളുടെ കല്യാണത്തിന്റെ തലേ ദിവസം എന്റെ പെണ്ണിനോട് ചെയ്തവിടെ കയ്യിൽ നിനക്ക് നല്ല കിട്ടിയില്ലെന്ന് ഓർത്ത് ഞാൻ ക്ഷമിച്ചിരിക്കായിരുന്നു. അപ്പോഴാ അവന്റെ ഇന്നത്തെ പട്ടിഷോ. ജീവൻ ഒന്നും മിണ്ടാതെ തലകുനിച്ച് ചെന്നു. സിദ്ധാർത്ഥിന്റെ ശ്രദ്ധയൊന്ന് മാറിയ നിമിഷം പെട്ടെന്ന് ജീവൻ അവന്റെ കൈ പിടിച്ച് മുന്നോട്ട് ഓടി. അവളില്ലേ ആ മേഘ തേപ്പുകാരി, അവൾ ഇനിയും പറ്റുന്ന പോലെ ഞാൻ ഉപദ്രവിക്കും. നീ എന്താണെന്ന് വെച്ചാ ചെയ്യടാ. ഓടുന്നതിനിടയിൽ ജീവൻ ഉറക്കെ വിളിച്ചുപോയി. ആദ്യം അവൻ ഓടിയപ്പോൾ പോയിക്കോട്ടെ എന്ന് എഴുതി നിന്ന സിദ്ധാർത്ഥ് അവന്റെ പറച്ചിൽ കേട്ടപ്പോൾ പിന്നാലെ ഓടി. നിക്കടാ, ഒരു കാര്യം പറയട്ടടാ. സിദ്ധാർത്ഥ് ജീവന്റെ പുറകിൽ ഓടുന്ന വഴി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. നീ ഒന്നും പറയണടാ പുല്ലേ. തിരിഞ്ഞു നോക്കി അവൻ വിളിച്ചു പറഞ്ഞു. ജീവനം കൊണ്ട് പായുന്നതാണെങ്കിലും ശൗര്യം ഒട്ടും കുറച്ചില്ല ജീവൻ. വലിയ വെളിച്ചമില്ലാത്തതിനാലും എങ്ങോട്ടെന്നില്ലാതെ ഓടുന്നതിനാലും വലിയൊരു കല്ല് ഓടുന്ന വഴിയിൽ കിടക്കുന്ന ജീവൻ കണ്ടില്ല. അതിൽ തടഞ്ഞ് മൂക്കും കുത്തി അവൻ നിലത്തേക്ക് വീണു. എഴുന്നേൽക്കാൻ ഭാവിക്കുന്നതിൽ തന്നെ സിദ്ധാർത്ഥ അവന്റെ അരികിലേക്ക് എത്തിയിരുന്നു. തല എവിടെ ഒടിച്ച് നെറ്റിപൊട്ടി രക്തം വരുന്നുണ്ടായിരുന്നു. മുണ്ടാകെ കീറിപ്പൊളിഞ്ഞു. അതും വാരി പിടിച്ച് എഴുന്നേൽക്കുമ്പോൾ തന്നെ സിദ്ധാർത്ഥിന്റെ പിടി അവന്റെ മേൽ വീണ് കഴിഞ്ഞു. ജീവൻ പിടിപിടിക്കാനും സിദ്ധാർത്ഥ് പിടിച്ച പിടി വിടാതിരിക്കാനും നോക്കിയതിന്റെ ഫലമായി രണ്ടാളും കൂടെ ആ പറമ്പിൽ കിടന്ന് ഉരുണ്ടു. കുറെ അടി കിട്ടിയതിനാൽ ജീവൻ അധിക നേരം പിടിച്ചെടുക്കാൻ പറ്റിയില്ല. വീട് ഏത് വീടാൻ? ഞാൻ നേരത്തെ തോന്നി ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാ. ഞാനിനി മേഘ കണ്ട ഒന്നും ചെയ്യില്ലടാ. വേണ്ടടാ, നീ ഒന്നും ചെയ്യണ്ട. ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. അതും പറഞ്ഞ് സിദ്ധാർത്ഥ് ജീവന്റെ മുഖത്ത് 2-3 അടികൂടി കൊടുത്തു. അവന്റെ കയ്യിൽ നിന്ന് കുതിരി പിന്നെയും ജീവൻ തിരിഞ്ഞോടാൻ നോക്കിയപ്പോൾ ജീവന്റെ വലത് കൈ സിദ്ധാർത്ഥ് പിടിച്ചെടുത്തു. 5 വിരലിലും കൂടെ പിടിച്ച് സിദ്ധാർത്ഥ് ഒന്ന് പിന്നിലേക്ക് തിരിച്ചു. ഇനി നീ എങ്ങാനും എന്റെ പെണ്ണിന്റെ നേരെ നോക്കിയാ. അതും പറഞ്ഞ് സിദ്ധാർത്ഥ് ജീവന്റെ വലത് കൈ പിന്നിലേക്ക് തിരിച്ച് ശക്തിയിൽ വലിച്ചു. ഒരു വലിയ അലർച്ച അന്നേരം ജീവന്റെ തൊണ്ടയിൽ വന്ന് കുടുങ്ങി. ജീവൻ പോകുന്ന വേദന അവനുറക്കെ കരഞ്ഞുപോയി. അലർച്ച കേട്ടപ്പോൾ സിദ്ധാർത്ഥ അവന്റെ കൈവിട്ടു. ദേ, ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരിക്കൽ കൂടി ഇനി നിന്നെങ്ങനെ കാണേണ്ടി വന്നാ ഇപ്പൊ ഒടിച്ചിട്ട പോലെ ദേഹം മൊത്തം ഞാൻ ഒടിച്ചിടും. ജീവനെ നിലത്തേക്ക് തള്ളിയിട്ട് ദേഹത്തെ പൊടിയും തട്ടി സിദ്ധാർത്ഥ അവിടെ നിന്നും പോയി. നിലത്തിടന്ന് ജീവൻ ഞെരങ്ങി. അടഞ്ഞു പോകുന്ന കൺപോളകൾക്കിടയിലൂടെ സിദ്ധാർത്ഥന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നത് ജീവൻ കണ്ടു. കുറച്ചു നേരം കൂടെ ജീവൻ അങ്ങനെ തന്നെ കിടന്നു. വലതുഭാഗത്ത് തന്റെ കൈയുണ്ടോ എന്ന് ജീവൻ ഇടത് കൈ കൊണ്ടൊന്ന് തപ്പി നോക്കി. ഉണ്ട്. ഒടിഞ്ഞു തൂങ്ങിയ നിലയിൽ കൈ അവിടെ തന്നെയുണ്ട്. ഒരുവിധം അവൻ എങ്ങനെയോ എഴുന്നേറ്റു. അഴിഞ്ഞു പോകുന്ന മുണ്ട് ഇടത് കൈ കൊണ്ട് എങ്ങനെയോ വാരി പിടിച്ചു വെച്ചു. ചെരുപ്പൊക്കെ എവിടെയാണാവോ? വലിഞ്ഞിഴഞ്ഞ് നടക്കുമ്പോൾ കാല് കല്ലിലും മുള്ളിലുമൊക്കെ കൊള്ളുന്നുണ്ട്. പല്ലൊക്കെ ഇളകിയെന്ന് തോന്നുന്നു. 1-2 എണ്ണം ചോര തുപ്പിയോൾ പുറത്തേക്ക് പോകുന്ന പോലെ തോന്നി. വേദന കൊണ്ട് കരഞ്ഞ് ജീവൻ തന്റെ വീട് ലക്ഷ്യമാക്കി കാലുകൾ വലിച്ചു വെച്ച് നടന്നു. ദേഹമാകെ പൊടിയും അഴുക്കുമാണ്. കുറെ തട്ടിയും തുടങ്ങി കളഞ്ഞെങ്കിലും ഇനിയും മേലൊക്കെ അവശിഷ്ടമുണ്ട്. കാറിലുണ്ടായിരുന്ന ന്യൂസ് പേപ്പർ വലിച്ചു കീറി സിദ്ധാർത്ഥ സീറ്റൊക്കെ വിരിച്ചു വെച്ചു. ഒരാഴ്ച മുമ്പ് സർവീസ് കഴിഞ്ഞിറക്കിയ കാറാണ്. ചെളി പിടിപ്പിച്ചാൽ എങ്ങനെയാണ്? ഈ കോലത്തിൽ കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. ആരോടും പറയാതെ വീട്ടിലേക്ക് പോയി ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് കരുതി സിദ്ധാർത്ഥ് വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോയി. ജിനിക്ക് മേഘ കനത്തിൽ സമ്മാനം കൊടുത്ത കാരണം അവളെ തൊട്ടു തഴുകി നിൽക്കുകയായിരുന്നു സുമതി ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല മേഘ 10 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ ജിനിക്ക് കൊടുക്കുമെന്ന്. മേഘക്കും വീട്ടുകാർക്കും വെള്ളമെടുക്കുക, ചായ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് സുമതി ആകെ ജഗപുകയായിരുന്നു. സൽക്കരിച്ചും സ്നേഹിച്ചും മേഘയെയും രേണുകയൊക്കെ സുമതി ശ്വാസം മുട്ടിച്ചു. അപ്പച്ചി കാണിക്കുന്നൊക്കെ 10 പവന്റെ മിടുക്കാണെന്ന് മേഘക്കും സുമതിയുടെ സ്വഭാവം ശരിക്കറിയാവുന്ന രേണുക്കും മനസ്സിലായെങ്കിലും അവരും സുമതിയുടെ ഒപ്പം ചിരിച്ചു നിന്നു. കുറച്ചേരം അവിടെ നിന്ന് മേഘ രേണുകയും കൂട്ടി ഗീതയുടെ ഒപ്പം തന്റെ വീട്ടിലേക്ക് പോയി.
സിദ്ധാർത്ഥ് കൂട്ടൊന്നുമില്ലാതെ വിഷമിച്ചിരിക്കുകയാണെന്ന് കരുതി അവന് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഒന്ന് വിളിച്ചു നോക്കിയെങ്കിലും സിദ്ധാർത്ഥ് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥിനെ നോക്കാനായി അമ്മുവിനെയും അപ്പുവിനെയും മേഘ പറഞ്ഞയച്ചു. രണ്ടാളും എല്ലായിടവും ചുറ്റി നടന്ന് ചേട്ടന്റെ കാർ അവിടെ ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. പരമേശ്വരനെ വിളിച്ചു ചോദിച്ചെങ്കിലും അയാൾ അവനെ കണ്ടില്ലെന്ന് പറഞ്ഞു. സിധുവേട്ടൻ എവിടെ പോയെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും സുമതിയുടെ വീട്ടിൽ നിന്നും ഭയങ്കര നിലവിളി കേട്ടു. സുമതി അപ്പച്ചി കരയുന്നുണ്ടല്ലോ, എന്താണാവോ? പുറത്തുനിന്ന് ഫോൺ ചെയ്ത് നിൽക്കായിരുന്ന മേഘയാണ് സുമതിയുടെ കരച്ചിൽ ആദ്യം കേട്ടത്. അവൾ അകത്തേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗീതയോട് രേണുകയോടും പറഞ്ഞതിനൊപ്പം പുറത്തേക്ക് ഓടുകയും ചെയ്തു. അവളുടെ പിറകെയായി അവരും ഓടി. സുമതിയുടെ വീടടുക്കും തോറും എന്റെ മോനെ എന്ന് വിളിച്ചുള്ള സുമതിയുടെ അലർച്ച നന്നായി കേൾക്കുന്നുണ്ടായിരുന്നു. ചെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ചയിൽ ആദ്യം മേഘക്കൊന്നും ചിരി വന്നെങ്കിലും ചുറ്റും ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ എന്നോർത്ത് അവളത് അടക്കി പിടിച്ചു. ഒരാൾക്ക് അപകടം പറ്റിയിരിക്കുമ്പോൾ ചിരിക്കാൻ പാടില്ല. പക്ഷേ നേരത്തെ അവന്റെ അടുത്തുനിന്ന് തനിക്ക് നേരിട്ട സംഭവത്തിൽ അവളുടെ മനസ്സ് അത്രമാത്രം നൊന്തുപോയിരുന്നു. ചെളിയിൽ കുഴഞ്ഞ് മുണ്ടും ഷർട്ടും കീറിപ്പറഞ്ഞ് നെറ്റിപൊട്ടി ചോരയും ഒഴുകി മുഖവും കണ്ണുകളും വീർത്ത് വലതു കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു പ്രാകൃത രൂപത്തിലിരിക്കുന്നുണ്ട് ജീവൻ. സുമതിയുടെ കരച്ചിൽ കേട്ട് അവന് ദേഷ്യം വന്ന് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലൊന്നും പുറത്തേക്ക് വരുന്നില്ല. എന്നാലും എന്ത് പറ്റിയതാണ് മോനെ നിനക്ക്? സുമതി കരച്ചിലിനെ ചോദിച്ചെങ്കിലും ജീവൻ തലവനിച്ചിരിക്കുകയാണ്. ചുറ്റുമുള്ള ആൾക്കാരുടെ ചോദ്യം അതുതന്നെയായിരുന്നു. പക്ഷെ മറുപടി പറയേണ്ടവൻ ഒന്നും മിണ്ടാതിരിക്കുന്നു. ഇനിയിപ്പോ നോക്കിയിരിക്കാണ്ട് ആ ചെറുക്കിനെ ആശുപത്രി കൊണ്ടുപോകാൻ നോക്കാം. എടാ ജയ, ആരെങ്കിലും ആ വണ്ടി എടുക്ക്. രാഘവന്റെ ഇളയാനിയെ ഉറക്കി വിളിച്ചു പറഞ്ഞപ്പോൾ ജീവൻ അയാളെ ദയനീയമായി നോക്കി. വേണ്ട എന്ന് ഉറക്കി അലറി പറയണമെന്നുണ്ടെങ്കിലും ഒച്ച പുറത്തേക്ക് വരുന്നില്ല. പല്ലൊക്കെ കൂട്ടിയിടിച്ച് നാവൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഇടികിട്ടിയതാണെന്ന് ഡോക്ടർ മനസ്സിലാക്കും. ഇവിടെ അറിഞ്ഞാൽ പിന്നെ ഇടികിട്ടി എന്തിനാണെന്ന ചോദ്യം വരും. അവസാനം പുലിവാലിൽ താൻ തന്നെ പിടിക്കേണ്ടി വരും. ബാളം കേട്ടൊന്ന് ആവണിയിലും ജീവന്റെ കോലം കണ്ട് അന്തം വിട്ട് നിന്നു. എന്തു പറ്റിയതാ ജീവേട്ടാ? ചെറിയ വയറുള്ളതിനാൽ ഇരിക്കാൻ പറ്റാതെ അവൾ കുനിഞ്ഞെന്ന് അവന്റെ തോൾ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ദേഷ്യം തീർക്കാൻ ആരെങ്കിലും നോക്കിയിരുന്ന ജീവൻ തിരിഞ്ഞ് അവൾ നോക്കി ചുണ്ടിളാക്കി എന്തോ പറഞ്ഞു. നല്ല പരിചയമുള്ളതുകൊണ്ട് അത് പച്ചത്തെറിയാണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോഴെങ്കിലും രാഘവന്റെ ചേട്ടന്റെ മോൻ ജയൻ തന്റെ കാർ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞിരുന്നു. എടാ മോനെ വാടാ, നമുക്ക് ആശുപത്രി പോവാം. ജയൻ വന്ന് ജീവനെ പൊക്കിയെങ്കിലും ജീവൻ ബലം പിടിച്ചിരുന്നു. ജയനാണെങ്കിൽ ഉള്ള കള്ളെല്ലാം വലിച്ചേറ്റി നിന്ന് ആടുകയാണ്. ബെസ്റ്റ്, ഇങ്ങനെ ജീവനെ ആശുപത്രി കൊണ്ടുപോയാലേ ആദ്യം ഇങ്ങനെ പിടിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ജയന്റെ ഭാര്യ മീനാക്ഷി പല്ലിയടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. ശരിയാണ് അവൾ പറയുന്നത്. ജയനൊരു തരി ബോധമില്ല. ജയന് മാത്രമല്ല, അവിടെ കൂടിയിരിക്കുന്ന മിക്ക ആണുകൾക്ക് ഒട്ടും ബോധമില്ല. എനിക്ക് എവിടെയും പോകണ്ട, ഞാനൊന്ന് വീണതാ, ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചാൽ സുഖാവും. എങ്ങനെയോ ജീവൻ പറഞ്ഞൊപ്പിച്ചു. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വായിൽ രക്തം വന്ന് നിറഞ്ഞിരുന്നു. അതവൻ പുറത്തേക്ക് നീട്ടി തുപ്പി. അയ്യോ എന്റെ ഈശ്വരന്മാരെ, എന്റെ മോൻ! ജീവന്റെ വായിൽ നിന്ന് രക്തം പോകുന്ന പോക്ക് കണ്ടപ്പോൾ സുമതി നെഞ്ചത്തടിച്ച് വീണ് കരച്ചിൽ തുടങ്ങി. അമ്മേ കരയാതിരിക്കെ, ആവണി സുമതിയെ ആശ്വസിപ്പിച്ചു. ആവണിക്ക് സുമതിയുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാര്യം എന്തൊക്കെയായാലും ഒരു മകന്റെ ഇങ്ങനെയുള്ള അവസ്ഥ കണ്ടാൽ ആരായാലും സഹിക്കില്ല. സുമതി അപ്പോൾ തീ പാറുന്ന ഒരു നോട്ട ആവണിയെ നോക്കി. നിർത്തടി, നീ ഒറ്റ ഒരുത്തി കാരണ എന്റെ മോൻ ഇങ്ങനെ വന്ന്. നിന്നെ കെട്ടിയെടുക്കുന്നതിന് തലേന്ന് എന്റെ മോൻ ഇതുപോലെ അപകടം പറ്റി. വയറും നെഞ്ചും മുഖമൊക്കെ പൊടി ഒരു വിധത്തിലാ അവൻ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. അത് കഴിഞ്ഞതേ ഇപ്പോ നാളെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവാ. അതിനിടയിൽ വീണ്ടും എന്റെ മോന് പറ്റി കണ്ടോ? ഒക്കെ നീ കാലെടുത്ത് വെച്ചതിന്റെ ഐശ്വര്യ. നെറുകയിൽ കൈവച്ച് പ്രാകുന്ന പോലെ സുമതി പറഞ്ഞപ്പോൾ എല്ലാവരും അന്തിച്ചു പോയി. ആവണിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ മേഘയുടെ ശരീരം ദേഷ്യം കൊണ്ട് വിറച്ചു. മോന്റെ കയ്യിലിരിപ്പുകൊണ്ട് ഓരോന്നും പോയി വാങ്ങിക്കൂട്ടുന്നതിന് ആ പാവം പെണ്ണ് എന്ത് ചെയ്തു? അപ്പച്ചി എന്ത് വർത്താനീ പറയുന്നത്? അവളെങ്ങനെ ഇതിനൊക്കെ കാരണമാവും? നിങ്ങളുടെ മോനെ പിടിച്ചിരുത്തി മര്യാദ ചോദിച്ച കാര്യം അറിയാൻ പറ്റും. നീ ഒന്നും മിണ്ടാതെ പോവച്ചേ. സാധാരണ എന്തിനേതിനും പതുങ്ങി നിൽക്കുന്ന മേഘ അങ്ങനെ പറഞ്ഞപ്പോൾ സുമതിക്ക് അത് ക്ഷീണമായി. മേഘ നേരെ ജീവന്റെ അടുത്തേക്ക് ചെന്നു. ദേ, അപ്പച്ചിയുടെ വായ മര്യാദക്ക് അടക്കി വെച്ചോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്റെ വാ തുറന്നു വരും. അത് നിങ്ങൾക്ക് അത്ര നല്ലതാവില്ല. അടക്കി പിടിച്ച സ്വരത്തിൽ ഒരു ഭീഷണി പോലെ മേഘ ജീവനോട് പറഞ്ഞപ്പോൾ അവൻ ആദ്യമായി. ഈ തള്ള ഓരോന്നും വിളിച്ചു പറഞ്ഞ് കഴിഞ്ഞവും കൂടെ തോണ്ടിയിടിച്ച് നാണുകെടുത്തെന്ന് തോന്നുന്നു. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? ഞാൻ വീണതാണെന്ന് പറഞ്ഞില്ലേ? വെറുതെ അതും ഇതും പറയാൻ നിൽക്കുന്നു. വെറുതെ ഇരുന്ന് കരയാത്ത എനിക്ക് അല്പം വെള്ളം ചൂടാക്കിത്താ, ഞാനൊന്ന് കിടക്കട്ടെ. ജീവൻ അതും പറഞ്ഞ് എങ്ങനെയോ വലിഞ്ഞെഴുന്നേറ്റ് തന്റെ മുറിയിലേക്ക് നടന്നു. മറ്റുള്ളവർക്ക് സഹിക്കാമെങ്കിലും കൈയുടെ വേദനയാണ് സഹിക്കാൻ പറ്റാത്തത്. മുറിയിലെ കണ്ണിൽ കണ്ട ഓയിൻമെന്റുകളൊക്കെ അവനെടുത്ത് പുരട്ടി. വേദന മാറാൻ 2-3 പെയിൻ കില്ലേഴ്സ് ഒരുമിച്ച് കഴിച്ചു. അപ്പോഴേക്കും സുമതി അവന് വെള്ളം ചൂടായിക്കൊണ്ട് കൊടുത്തു. പക്ഷേ സമയം കഴിയുന്തോറും അവന്റെ വലതു കൈയാകെ നീര് വെച്ച് വീർത്തിരുന്നു. ഒട്ടും അനക്കാൻ പറ്റാത്ത അവസ്ഥ. നിൽക്കകളില്ലാതായപ്പോൾ ജീവൻ വീട്ടിലുള്ളവരുടെ കാര്യം പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയി. ജീവന് പറ്റിയ അപകടം കാരണം കല്യാണ വീടാകെ മൂകമായി. പോയവർ വരുന്നത് നോക്കി നിന്നിരുന്ന വൈദേഹി സിദ്ധാർത്ഥ് തനിച്ചു വരുന്നുണ്ട് ജനലിന്റെ അരികിൽ തന്നെ നിന്നു. ചെളി പുരണ്ട വസ്ത്രങ്ങളുമായി അവൻ കയറിപ്പോന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വേറെ വസ്ത്രം മാറ്റി ധരിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നൊക്കെ അവൾ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇതിപ്പോ എന്താണ് ആ കഥ? ഇവനെന്താ അവിടെ ചെളി കിടന്ന് ഉള്ളാനാണോ പോയത്? ഇനി തന്നെ നേരത്തെ തല്ലിയതിന് ബലിരൂപി പോലെ ശിക്ഷ കൊടുത്തായിരിക്കോ? അങ്ങനെയാണെങ്കിൽ കൊള്ളാം. വൈദേഹിക്ക് ചെറിയൊരു സന്തോഷമൊക്കെ തോന്നി. ഇതിപ്പോ ആരോടൊന്ന് ചോദിക്കുക?
ജീവൻ വിളിച്ച് നോക്കിയാൽ കാര്യം അറിയാമെന്ന് കരുതി വൈദേഹി അവന്റെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിന്നു. ആവണി, നീ ഇങ്ങനെ ഇരിക്കുവല്ലേ? ഈ അവസ്ഥയിൽ ഇങ്ങനെ കരയില്ലേ? നീ വല്ലതും കഴിച്ചോ? കഴിച്ചില്ലെങ്കിൽ കഴിച്ചു പോയി കിടക്കാൻ നോക്ക്. നിന്റെ മുഖത്തുള്ള ക്ഷീണമുണ്ട്. ആൾക്കാർ ഓരോന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോയതും ആവണിയുടെ അരികിലേക്ക് ചെന്ന് ആശ്വസിപ്പിക്കുകയായിരുന്നു മേഘ. ഹോസ്പിറ്റലിൽ പോയ ജീവൻ ഇതുവരെ വന്നിട്ടില്ല. ഞാനെങ്ങനെ സങ്കടപ്പെടാതിരിക്കും? അവർ പറഞ്ഞൊക്കെ നീ കേട്ടില്ലേ? ഞാൻ എന്ത് ചെയ്തിട്ട് എന്നെ ഇപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറയുന്നു? നിന്നെ കൊള്ളായിട്ടാവണി. ആരും വല്ലതും പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നല്ല മറുപടി അങ്ങോട്ട് കൊടുത്തേക്കണം. പിന്നെ അവർ വാ തുറക്കാൻ പോകുന്നില്ല. ഇവർക്ക് പണ്ടേ ഉള്ളതാ ഇങ്ങനത്തെ സ്വഭാവം. തക്കത്തിന് തലയിൽ കയറാൻ പറ്റിയ ആരെങ്കിലും ആണെങ്കിൽ തലയിൽ കയറി ഡിസ്കോ ഡാൻസ് കളിക്കും. മേഘ പറഞ്ഞു. ആവണി ഒന്നും മിണ്ടായിരുന്നതേ ഉള്ളൂ. അതെ, ആവണി ചേച്ചി ഒരു പാവായിട്ടാ. ഞങ്ങളുടെ അടുത്തൊക്കെ വല്ലതിനും അപ്പച്ചി വരുന്നുണ്ടോ നോക്കിയേ. വന്നു നോക്കിയ വിവരം അറിയുന്ന അപ്പച്ചിക്ക് അറിയാം. കേട്ടുന്നിരുന്ന അപ്പു അമ്മയും കൂടെ അങ്ങനെ പറഞ്ഞപ്പോൾ ആവണിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും മറുപടി പറയാൻ അറിയാനിട്ടൊന്നല്ല, നിലനിൽപ്പോർത്തിട്ടാണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. അവരോട് കൊടുക്കാൻ ചെന്നെന്തെങ്കിലും പ്രശ്നമൊക്കെ ആയാൽ തന്റെ വീട്ടിൽ പോലും കയറ്റില്ല. അതൊക്കെ ഓർത്തപ്പോൾ ആവണിയുടെ ഉള്ളിൽ നിന്ന് ദീർഘനിശ്വാസം ഉതിർന്നു. സിദ്ധാർത്ഥിനെ തിരക്കി നടക്കിയായിരുന്നു മേഘ. ഗേറ്റിന്റെ അടുത്ത് സിദ്ധാർത്ഥിന്റെ കാർ വന്ന് നിന്ന് കണ്ടപ്പോൾ മേഘ അങ്ങോട്ടേക്ക് നടന്നു. കാറിൽ നിന്നിറങ്ങുന്ന സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ അവളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. നേരത്തെ ഇട്ട് കണ്ട വസ്ത്രമല്ല, വേറെയാണ് ധരിച്ചിരിക്കുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ സിദ്ധുവേട്ട എവിടെ പോയി? എന്തിനു ഡ്രസ്സ് മാറ്റി? സിദ്ധുവേട്ടാ, എന്താ ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുന്നത്? വീട്ടിലേക്ക് എപ്പോഴാണ് പോയത്? കാറിൽ ലോക്ക് ചെയ്ത് വരുമ്പോൾ മേഘയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോൾ സിദ്ധാർത്ഥ ഒന്ന് പരിങ്ങിപ്പോയി. പിന്നെ ഡ്രസ്സിൽ ഇത്തിരി ചെളിയായി പോയി, അപ്പൊ ഒന്ന് മാറ്റിയിടാൻ പോയതാ. സിദ്ധാർത്ഥ് മേഘയുടെ തോളിലൂടെ കൈയിട്ട് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. ചെളിയോ? ചെളി എങ്ങനെയായി? അതൊക്കെ ആയി. നീ ഇങ്ങോട്ട് വന്നേ. എന്തേ ഇവിടെ ആരും കാണുന്നില്ലല്ലോ? കാര്യം അറിയാമെങ്കിൽ അനക്കം പറ്റി കിടക്കുന്ന കല്യാണ വീട് നോക്കി സിദ്ധാർത്ഥ് ചോദിച്ചു. അതുണ്ടല്ലോ സിദ്ധുവേട്ടാ, ഇവിടെ ഒരു കാര്യം ഉണ്ടായി. അയാളില്ലേ ആ ജീവൻ, അവന് കാര്യമായിട്ടൊരു അപകടം പറ്റി. കൈയൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. തുപ്പുമ്പോഴൊക്കെ രക്തം വരുന്നുണ്ട്. മോൾക്ക് ആകെ ചീർത്തു. ഇപ്പൊ എല്ലാവരും കൂടെ പൊക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആണോ? കഷ്ടായി പോയി. നാളെ കല്യാണമൊക്കെ ആയിട്ട്. മേഘ സംശയം വരാതിരിക്കാനായി സിദ്ധാർത്ഥ് കുറച്ച് ദുഃഖത്തോടെ പറഞ്ഞു. അത് സാരില്ല, കല്യാണം അയാളുടേതല്ലേ, ജിനിയുടേതല്ലേ, അതൊക്കെ നന്നായി നടന്നോളൂ. എന്നാലും എന്ത് പറ്റിയത്? വീണതാ പിടിച്ചാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കണ്ടാൽ തന്നെ അറിയാം ആരോ നല്ല ഇരുട്ടടി കൊടുത്താണെന്ന്. അപ്പച്ചൊക്കെ നല്ല കരച്ചിലായിരുന്നു. ആ ഒരു വീടെത്തിയപ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോയവർ വരുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥും മേഘയും കാറിൽ കടന്നു പോകാൻ വേണ്ടി വഴിയൊഴിഞ്ഞു കൊടുത്തു. മേഘയും സിദ്ധാർത്ഥും വീണ്ടും മുൻവശത്തേക്ക് ചെല്ലുമ്പോഴേക്കും ജീവനെ കാറിൽ നിന്ന് പിടിച്ചിറക്കുന്നുണ്ടായിരുന്നു. വലത് കൈ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഒരു ചെവിയിൽ പഞ്ഞിയും വെച്ചിരിക്കുന്നു. നെറ്റിയിലും കവിളിലും പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടുന്ന് പോയതിനേക്കാളും മുഖമാകെ വീർത്ത് കറുത്തിരിക്കുന്നു. സുഖായോടാ മക്കളെ? സുമതി അവിടുന്ന് ഓടിപ്പിടിച്ചു വന്നു. അമ്മയൊന്ന് മാറിക്കേ. എല്ലാവരും കൂടി നിൽക്കുന്നു. സുമതിയുടെ സ്നേഹപ്രകടനമൊക്കെയായി ജീവനാകെ നാണക്കേട് തോന്നി. എന്റെ പൊന്നു വല്യമ്മേ, ഇവ വീണോന്നല്ല, ആരോ നന്നായിട്ട് ഇവനിട്ട് താങ്ങിയതാ. ആരാരും നല്ല കൊടുത്തിട്ടുണ്ട്. ആ ഡോക്ടർ പറഞ്ഞിട്ട് എന്റെ തൊലിറിഞ്ഞു പോയി. ജയന്റെ ചേട്ടൻ വിജയം പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ജീവന്റെ നേർക്ക് പോയി. അയ്യോ, ആണോടാ മോനെ? ആരാണ് നിന്നെ തല്ലിയത്? ആർക്കാണെങ്കിലും പറക്കൽ ഭഗവതി കൊടുത്തോളൂ. മോനാളെ പറ. വീണ്ടും സുമതി ചോദിച്ചുകൊണ്ടേയിരുന്നു. അളിയ, അപ്പച്ചി ചോദിക്കുന്ന കേട്ടില്ലേ? അളിയനങ്ങ് ആളെ പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് വേണം അപ്പച്ചിക്ക് പറക്കൽ ഭഗവതിയോട് കാര്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ. അളിയ അപ്പച്ചി. അത്രയും നേരം തലകുനിച്ചിരുന്ന ജീവൻ സിദ്ധാർത്ഥിന്റെ വച്ചേട്ടപ്പോൾ മുഖമുയർത്തി നോക്കി. സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ ജീവന്റെ മുഖം പ്രേയത്തെ കണ്ട പോലെ വിളറി വെളുത്തു. എല്ലാവരും ഒന്നും മാറിക്കേ, എനിക്കൊന്ന് കിടക്കണം. അതും പറഞ്ഞ് ജീവൻ പെട്ടെന്ന് അവിടെ സ്ഥലം കാര്യമാക്കി. മറ്റു ബന്ധുക്കളൊക്കെ ജീവന് തല്ലുകിട്ടിയതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓരോ കഥകൾ പറഞ്ഞു നിന്നു. സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കുമ്പോൾ തനിക്ക് ഓർപ്പിച്ചു നോക്കുന്ന മേഘയാണ് കണ്ടത്. എന്താ മേഘ? അവനൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു. സത്യം പറ സിദ്ധുവേട്ടാ, ജീവനെ തല്ലിച്ചാച്ചി നിലയിലാക്കിയത് സിദ്ധുവേട്ടനല്ലേ? ഏയ്, ഞാനെങ്ങുമല്ല. സിദ്ധാർത്ഥിന് വീണ്ടും ഒരു കള്ളച്ചിരി. അത് കണ്ടപ്പോൾ മേഘക്ക് ഉറപ്പായി സിദ്ധാർത്ഥ് തന്നെയാണ് ജീവനെ ഉപദ്രവിച്ചതെന്ന്. അവൾ അവനെയും വലിച്ചൊരൊഴിഞ്ഞ ഭാഗത്തേക്ക് ചെന്ന് നിന്നു. എന്റെ ഈശ്വര, കാര്യം നല്ല തല്ലിയിട്ടുണ്ടവരാണെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു സിദ്ധുവേട്ടാ. നന്നായി പോയി. അവന്റെ കയ്യിലിരിപ്പിന് ഇതല്ല, ഇതിനപ്പുറം കിട്ടണമായിരുന്നു. അന്ന് നിന്നെ ഉപദ്രവിച്ച കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവനെ നോട്ടിട്ട് വെച്ചിരുന്ന. പിന്നെ നിന്റെ കൈ തന്നെ കിട്ടില്ല എന്നോർത്ത് സമാധാനിച്ചു വരികയായിരുന്നു. അതിനിടയിലാ അവന്റെ ഇന്നത്തെ കാണിക്കല്. എന്നാലും ഓരെന്നാലും ഇല്ല. അതുപോട്ടെ, വന്നിട്ട് ശരിക്കൊന്നും കണ്ടിട്ട് കൂടെ ഇല്ല. വന്നു കയറിയപ്പോ തന്നെ ഓരോ പുലിവാലുകള്. എനിക്ക് നിന്നോട് കുറെ കഥ പറയാനുണ്ട് മേഘയെ. കാതിലിക്കളി കൂട്ടി വേറെ എന്തോ കൂടെ സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ മേഘ ഒന്ന് കുലുങ്ങി ചിരിച്ചു. ഒന്ന് പോവാ സിദ്ധേട്ടാ. നമുക്കൊന്ന് പോയാലോ? പോ. നാളെ രാവിലെ തന്നെ വരാമെന്നും പറഞ്ഞ് കല്യാണ വീട്ടിലെല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. പുലർച്ചെ തന്നെ പുറത്തുള്ള വലിയ വിറകടുപ്പിൽ തീ പിടിപ്പിക്കായിരുന്നു ഉഷ. പണിക്കാരുള്ളതിനാൽ രാവിലെയും ഉച്ചക്കൊക്കെ അവർക്ക് ഭക്ഷണം കൊടുക്കണം. രാവിലത്തെ വീടിനോട് ചേർന്നുള്ള അടുക്കളയിൽ തന്നെയാണ് പാചകം ചെയ്യുക. ചോറുമൊഴിച്ച് കറികളൊക്കെ പുറത്ത് വിറകടുപ്പിലും വയ്ക്കും.
സുജാത മുറ്റം തൂക്കിയാണ്. പുറംപണിയൊന്ന് ഒതുക്കി സുജാത അടുക്കളയിലേക്ക് സഹായിക്കാനായി വരും. തോരനുള്ളതും ഒഴിച്ചു കറിക്കുള്ളൊക്കെയായി പച്ചക്കറികൾ തലേന്നതിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വലിയ കലത്തിൽ ചോറിനുള്ള വെള്ളം വെച്ച ശേഷം ഉഷ പുറത്തേക്ക് ഇറങ്ങി. അരി കഴുകാനുള്ളതും പച്ചക്കറിക്കുള്ളൊക്കെയുള്ള വെള്ളം പുറത്തുനിന്നാണ് എടുക്കാറ്. ഇപ്പോഴും ചെറിയ ഇരുട്ട് തന്നെയാണ്. വീട്ടിൽ നിന്നുള്ള വെളിച്ചം മാത്രമേ പുറത്തുള്ളൂ. വെള്ളം നിറക്കുമ്പോൾ വിറക് പിന്നിലൊരു കാൽപെരുമാറ്റം പോലെ ഉഷയ്ക്ക് തോന്നി. ആദ്യം സുജാതയാവുന്നാണ് ഉഷ കരുതിയത്. പിന്നെ ഒന്ന് കാതോർത്ത് നോക്കിയപ്പോൾ ഉമ്മർത്തുനിന്നും ചൂലുകൊണ്ട് തൂക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ സുജാതയല്ല, പിന്നെ പണിക്കാരെങ്ങനെ ആയിരിക്കുമോ? അവർക്ക് 7 മണിയൊക്കെ ആകുമ്പോഴേ വരാറുള്ളൂ. പിന്നെ ആരാണ്? പൈപ്പും പൂട്ടി അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ വീണ്ടും കാൽപെരുമാറ്റം. ഇത്തവണ ഉഷയ്ക്ക് ചെറിയൊരു പേടി തോന്നി. വലിയ മതിൽക്കെട്ടും വളപ്പൊക്കെ കഴിഞ്ഞ് കള്ളന്മാരും ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയില്ല. മാത്രമല്ല പുറത്ത് കാവൽക്കാരുമുണ്ട്. അവിടെ ചെന്ന് നോക്കണോ വേണ്ടയോ എന്ന് ഉഷ ഒന്ന് സംശയിച്ചു നിന്നു. മോളെ ഉഷേ, ഒന്നിങ്ങ് വന്നേ മോളെ. പെട്ടെന്നൊരു വിളി വിറകുപുരയുടെ അടുത്തു നിന്നും വന്നു. ആ ശബ്ദം ആരുടേതാണെന്ന് മനസ്സിലായതും ഉഷയ്ക്ക് തന്റെ ദേഹമാകെ കുളിരുന്ന പോലെ തോന്നി. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ തന്റെ അച്ഛൻ, അതേ അച്ഛനാണ് തന്നെ വിളിക്കുന്നത്. കാലുകൾക്ക് ചിറക് മുളച്ച പോലെ ഒന്നോർക്കാതെ ഉഷ നേരെ അങ്ങോട്ടേക്ക് പാഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.